വാഗമണിൽ വ്യാജ സർക്കാർ രേഖകൾ ചമച്ച് നിയമന തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പിടിയിലായതിന് പിന്നാലെ രണ്ടാം പ്രതിയെയും വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതിയായ തിരുവനന്തപുരം നേമം ശ്രീകിരണം വീട്ടിൽ രാജേഷ് എന്നയാൾ ഇന്നലെ അറസ്റ്റിലായിരുന്നു. രണ്ടാം പ്രതിയായ തൃശൂർ മേലൂർ ചുള്ളിയിൽ ടോമി അഗസ്റ്റിനാണ് ഇന്ന് അറസ്റ്റിലായത്. മൂന്നാം പ്രതി ബെന്നി പെരുവന്താനമാണ് ആദ്യം അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതികളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയതിനെ തുടർന്നാണ് മൂന്ന് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഗമൺ കേന്ദ്രീകരിച്ച് നടന്ന വൻ ജോലി തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി തിരുവനന്തപുരം നേമം സ്വദേശിയായ ആർ രാജേഷിനെ വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രണ്ടാം പ്രതി ടോമി അഗസ്റ്റിനും അറസ്റ്റിലായി. ഒന്നാം പ്രതിയെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. രണ്ടാം പ്രതി ടോമി അഗസ്റ്റിനെ തൊടുപുഴ പരിസരത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മൂന്നാം പ്രതി ബെന്നി പെരുവന്താനം ഒരാഴ്ച മുമ്പ് കീഴടങ്ങിയിരുന്നു. പോലീസ് അന്വേഷണത്തെ തുടർന്ന് മൂന്ന് പ്രതികളും ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുകയും കോടതി ജാമ്യം നിഷേധത്തിനെ തുടർന്നാണ് ബെന്നി പെരുവന്താനം വാഗമൺ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഒന്നാം പ്രതിയെ ഇന്നലെ ചെന്നൈയിൽ നിന്നും രണ്ടാം പ്രതിയെ തൊഴിലിൽ നിന്നും വാഗമൺ SI ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാഗമൺ സ്വദേശിയുടെ പക്കൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് കുറ്റാരോപിതരായവരെ അറസ്റ്റ് ചെയ്തത്. രാജേഷിനെ വാഗമൺ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് കണ്ടെത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി. ടോമി അഗസ്റ്റിനെയും ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, പീരുമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിശാൽ ജോൺസൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വാഗമൺ ഇൻസ്പെക്ടർ ക്ലീറ്റസ് K ജോസഫിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജോസ് സെബാസ്റ്റ്യൻ, സുബൈർ, സിവിൽ പോലീസ് ഓഫീസർ സലിൽ രവി, സനി S നായർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് രണ്ട് പ്രതികളെയും പിടികൂടിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.